ശങ്കരാചാര്യർക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഹിന്ദുവിന്റെ ഒരു ഏകതയ്ക്ക് വേണ്ടി ഒരു സമ്മേളനം നടക്കുന്ന വേദിയാണ്. മഹത്തായ ഒരു സന്ദേശമാണ് എപ്പോഴും ഭാരതം ലോകത്തിന് നൽകിക്കൊണ്ടിരുന്നത്, എന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക ശാസ്ത്രം വികസിച്ച് ഇന്ന് എത്തി നിൽക്കുന്നത് ഭാരതീയ വേദാന്തത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളിലാണ് എന്നുള്ളത് നമുക്ക് എവിടെയും ശിരസ്സുയർത്തി നിൽക്കാനുള്ള ഒരു വലിയ ഊർജം നൽകുന്നതാണ്. അപ്പൊ ഈ ഒരു വേദിയിൽ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഒരുപാട് വലിയ കാര്യങ്ങൾ പറയാനുള്ള സമയമില്ല, അതിനുള്ള സന്ദർഭവുമല്ല. എന്നാലും നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകേണ്ട ആവശ്യകത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. നമുക്കറിയാം, നമ്മൾ പലരും തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തിൻ്റെയൊക്കെ പിറകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഓടുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ പലപ്പോഴും ഉറങ്ങുകയാണോ ബോധം കെടുകയാണോ എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തായിരുന്നു ഇന്നത്തെ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്തിനായിരുന്നു ഞാനിന്ന് ജീവിച്ചത്? ഞാൻ എവിടെ നിന്നാണ് വന്നത്? എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? ഈ ഒരു ചോദ്യം ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് അപ്രാപ്യമായ ഒരു ചോദ്യമായിട്ട് തോന്നാം. പക്ഷേ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു വിദ്യാർത്ഥി ആചാര്യന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് കൊണ്ട് പോകണമോ എന്നുള്ളതായിരുന്നു നിയമം. ആ ഉണങ്ങിയ കമ്പിനെ സമിത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. ഗുരുനാഥന്റെ മുമ്പിലുള്ള ഹോമകുണ്ഡത്തിലേക്ക് ഈ സമിത്തിനെ സമർപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ഭസ്മമായിട്ട് മാറുന്നു. ഈ ഭസ്മം എടുത്ത് ഈ വിദ്യാർത്ഥിക്ക് കൊടുത്തിട്ട് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നു, ഭസ്മാന്തിം ശരീരം, നിന്റെ ശരീരം ഭസ്മമാകാനുള്ളതാണ്. ആ നിമിഷം ആ വിദ്യാർത്ഥി മനസ്സിലാക്കുന്നു, എന്റെ ശരീരം കൊണ്ടുള്ള വലിയ അഭ്യാസത്തിന്റെ ഒന്നും കാര്യമില്ല, കാരണം ഈ ശരീരം ഭസ്മമായി മാറാനുള്ളതാണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ അകത്തിരിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ചൈതന്യമുണ്ടോ? ആ ചൈതന്യത്തിനെയാണ് നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നു. ആത്മസ്വരൂപരായിരിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ പരമമായ ആ ഒരു ചൈതന്യത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഉദ്ഘോഷിക്കുന്നു. പക്ഷെ ഹിന്ദുവിന് ഇന്ന് എന്ത് പറ്റി? ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിംസ ദൂതയെ ഇത് ഹിന്ദു എന്നൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. ഹിംസയെ എതിർത്തുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഹംസയോഗത്തിലേക്ക് പോകുന്നവർ എന്നുള്ള അർത്ഥം പറയാറുണ്ട്. ഹംസയോഗം എന്ന് പറഞ്ഞാൽ സോഹം സോഹം എന്നാണ് നമ്മൾ എല്ലാ ദിവസവും ശ്വാസം എടുക്കുന്നതെന്നാണ്. അതായത് ഈ ജീവാത്മൻ എന്ന് പറയുന്നത് പരമാത്മാവിലേക്ക് പോയി ലയിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ആത്മീയ സത്യമാണ് എല്ലാ ദിവസവും ഓരോ ശ്വാസത്തിലൂടെയും നമ്മൾ പുറത്തേക്ക് കളയുകയും അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നത്. അതായത് എല്ലാ സമയത്തും ആത്മസ്വരൂപരായി ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദർശനം എന്ന് പറയുന്നത്. പക്ഷേ ഈ ദർശനം ഇന്ന് നമ്മളിൽ നിന്ന് എത്രത്തോളം അകന്നുപോയി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ഗുരുകുലങ്ങളില്ല, ഇന്ന് അങ്ങനെയുള്ള ഗുരുക്കന്മാരില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അവരിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹങ്ങളില്ല. വിദ്യയെ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. പക്ഷെ ഇന്ന് നടക്കുന്നത് എന്താണ്? ഒരിക്കലും വിദ്യയെ അർത്ഥിച്ചു പോകുന്ന കുട്ടികളില്ല. ഇന്ന് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പഠനം ഒതുങ്ങിപ്പോകുമ്പോൾ മരണം എന്ന് പറയുന്ന യഥാർത്ഥ സത്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് നമ്മളെ അന്വേഷിച്ച് വരുമെന്നും അറിയാം. ഈ മരണത്തിന് ശേഷം എന്താണ് നമുക്കറിയില്ല. മരണത്തിന് മുമ്പ് എന്തായിരുന്നു, അതായത് എന്റെ ജനനത്തിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു, എന്റെ മരണത്തിന് ശേഷം ഞാൻ എവിടെയായിരിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ചിന്ത എപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നോ ആ നിമിഷം നിങ്ങൾക്കൊരു വലിയ അസ്വസ്ഥത ഉണ്ടാകും. ആ അസ്വസ്ഥതയെ നമ്മൾ പറയുന്നത് സ്പിരിച്വൽ റെസ്റ്റ്ലെസ്നെസ് എന്നാണ്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു അന്തസംഘർഷം. ഈ അന്തസംഘർഷം ഉണ്ടായി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ വഴികൾ അന്വേഷിക്കും. നമുക്ക് മുമ്പേ പോയ ആളുകളോട് മാത്രമേ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ മുമ്പേ പോയ ധാരാളം ആചാര്യന്മാർ നമുക്കുണ്ട്, ലക്ഷക്കണക്കിന് ആചാര്യന്മാരുണ്ട്. 3.5 ലക്ഷത്തിലേറെ വൈദിക ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം. പക്ഷെ ഇന്നൊരു ഹിന്ദുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് പുസ്തകത്തിനെയാണ്, ഏത് ഗ്രന്ഥത്തിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അനുവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഗീത എന്ന് പറയുന്നുണ്ട്, ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിൽ പറയുന്നുണ്ട്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ അവിടെ കിട്ടുന്നതാണ്. അതായത് ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം എന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ധർമ്മം മാത്രം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ധർമ്മം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉപോദ്ബലകമായിട്ടുള്ളൊരു കഥ ഞാൻ പറയാം. പണ്ട് കൗശികൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ജ്ഞാനം സമ്പാദിച്ചു. ഈ ഓരോ ജ്ഞാന സമ്പാദനം കഴിയുമ്പോഴും അദ്ദേഹം വളരെ വലിയ ഒരു അഹങ്കാരിയായി മാറിയെന്നാണ്. അപ്പൊ ജ്ഞാനി എന്നുള്ള വാക്കും നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. നമ്മളെല്ലാവരും ജ്ഞാനികളാണ്. ഞാൻ ഭാവം വളരെയേറെ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് ജ്ഞാനികൾ.
അപ്പൊ ഈ ജ്ഞാനി എന്നുള്ള ഭാവം എവിടെ മരിക്കുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ ജ്ഞാനാന്വേഷണം തുടങ്ങുകയുള്ളൂ, അപ്പോൾ മാത്രമേ നമുക്കൊരു ജ്ഞാനിയായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹം എല്ലാ വിദ്യകളും പഠിച്ച് അങ്ങേ അറ്റത്തെ അഹംഭാവത്തോടു കൂടി സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പക്ഷി കാഷ്ടിച്ചു. ഉടൻ തന്നെ ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ ആ പക്ഷി എന്ത് ചെയ്തു, കരിഞ്ഞ് താഴെ വീണു എന്നാണ്. അത്രയ്ക്ക് വലിയ തപശക്തിയായിരുന്നു ഈ കൗശിക ബ്രാഹ്മണന് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം കൂടുതൽ അഭിമാനം കൊണ്ട് വളരെ പുളകം കൊണ്ടു തനിക്ക് ഇത്രയും ശക്തി ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഭിക്ഷാം ദേഹിയായിട്ട് ഒരു വീട്ടിൽ പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞപ്പോ അകത്തുനിന്ന് ഒരു സ്ത്രീ പറഞ്ഞു, അവിടെ നിൽക്കൂ, ഞാൻ ഇതാ വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു ഭിക്ഷാം ദേഹി, കുറച്ചുകൂടെ ടോൺ മാറ്റിയാ പറഞ്ഞത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അവിടെ ഇരിക്കൂ, ഞാൻ ഇതാ വരുന്നു. 3ാമത്തെ പ്രാവശ്യം വളരെ ക്രുദ്ധനായി അദ്ദേഹം പറഞ്ഞു ഭിക്ഷാം ദേഹി, ഞാനിപ്പോ നിങ്ങളെ ശപിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അവിടെ നിന്നോട് പറഞ്ഞു, നിങ്ങളുടെ ശാപമേറ്റ് ഒരു ചാമ്പലായി താഴെ വീഴാൻ ഞാനൊരു വെള്ളിൽ പക്ഷിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി അകത്തിരിക്കുന്ന ആള് ഒരു സാധാരണ സ്ത്രീയല്ല. ഉടൻ തന്നെ അദ്ദേഹം അവരെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അമ്മ ആരാണ്? എനിക്ക് അമ്മ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ജ്ഞാനം പകർന്നു തരണം. അപ്പൊ ആ സ്ത്രീ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, എനിക്ക് നിങ്ങളത്ര ജ്ഞാനമൊന്നുമില്ല, ഞാൻ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഇപ്പൊ ഭർത്താവ് സുഖമില്ലാതെ കിടന്നപ്പോൾ 100% ശ്രദ്ധയോടുകൂടി ആദരവോടുകൂടി അവിടെ ഇരുന്ന് തന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്ന സ്വധർമ്മം ചെയ്ത ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ജ്ഞാനം വേണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഒരു ഇറച്ചി വെട്ടുകാരന്റെ അടുത്താണ്. ഇപ്പൊ മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ പറയുന്ന വ്യാധഗീതയെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആ വ്യാധഗീതയില് വ്യാധൻ എന്ന് പറയുന്ന ഇറച്ചി വെട്ടുകാരന്റെ അടുത്ത് കൂടുതൽ ജ്ഞാനം പഠിക്കുന്നതിന് വേണ്ടി കൗശിക ബ്രാഹ്മണൻ പോയി എന്നാണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ ആദ്യം ശ്ലോകത്തിൽ പറഞ്ഞത്, നമ്മൾ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ധർമ്മം? ഈ ഭൂമിയിൽ ഈ സമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ നിത്യവും ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുക, മുതിർന്നവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കുക, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ജ്ഞാനത്തിന് വേണ്ടി അന്വേഷിക്കുക എന്ന് പറയുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ വിളക്ക് കത്തിച്ചിരിക്കണം. എന്താണ് അതിന്റെ ശാസ്ത്രം നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മുടെ മുൻപേ കടന്നുപോയ ആളുകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നാമജപം നടത്തണം. നമുക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് 33 കോടി ദേവതകളുണ്ട്. അതിൽ ഏത് ദേവതയെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. സ്വീകരിച്ചിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആന്തരികമായ മാറ്റം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് നിങ്ങൾ കണ്ണടച്ച് കുറച്ചു നേരം ഇരിക്കൂ, ഏതെങ്കിലും തരത്തിലുള്ള ഭജൻസ് കേൾക്കൂ, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായുള്ള എല്ലാ കാര്യങ്ങളും മാറിപ്പോകുന്നു, നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന വലിയ വലിയ അസുഖങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം പറഞ്ഞു വെക്കുന്നു. ഇതേ സാധനമാണ് നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷേ ആ അറിവുകളിൽ നിന്ന് മാറി നമ്മൾ ആധുനികരാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സമയത്തെല്ലാം മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മുഴുകുന്നു. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം. 1000ഓളം വർഷം വൈദേശികമായ ആക്രമണങ്ങൾക്ക് കീഴ്പ്പെട്ട് ഒരു സംസ്കാരം പൂർണ്ണമായും നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ ആ സംസ്കാരം ഇന്ന് സടകുടഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ അംശം നമ്മൾ ഓരോരുത്തരിലേക്കും പകർന്നു കിട്ടണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ കാണും, എനിക്ക് അത് കിട്ടിയില്ല, എനിക്ക് ഇത് കിട്ടിയില്ല, എന്തുമാത്രം ദുഃഖങ്ങളാണ് എനിക്കുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തർ ധീരസ്തത്ര എന്ന മുഖ്യതി. അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കൗമാരം യൗവനം തുടങ്ങിയ ബാല്യം, കൗമാരം യൗവനം തുടങ്ങിയ അവസ്ഥകൾ കടന്നിട്ട് എപ്രകാരത്തിലാണോ നമ്മൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത്, അതുപോലെ നിന്റെ ആത്മാവ് പുതിയ പുതിയ ശരീരങ്ങൾ തേടുന്നു എന്നാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അതിന് തുല്യമായിട്ടുള്ള വിപരീതവുമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നാണ് അല്ലെ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോളൂ. നിങ്ങളുടെ കർമ്മങ്ങളിൽ ശുദ്ധി വരുത്തിയാൽ മാത്രം മതി, സ്വധർമ്മം ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതിന് എല്ലാവർക്കും സഹായകമേകാൻ ഭഗവാൻ അല്ലെങ്കിൽ ജഗദീശ്വരൻ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യം ഏറ്റവും ഏറ്റവും വലിയ അഭിവൃദ്ധിയിലേക്ക് പ്രാപിക്കട്ടെ. ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാനൊരു ഭാരതീയനാണ് എന്ന് ഏറ്റവും വലിയ ആത്മഗൗരവത്തോടുകൂടി പറയാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.